ഹലോ ഗായ്സ്, നേന്ത്രപ്പഴവും അമൃതപ്പൊടിയും വെച്ചിട്ട് നമുക്ക് നല്ലൊരു റെസിപ്പി നോക്കാം കേട്ടോ. നല്ല ഹെൽത്തിയാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല ഹെൽത്തി ഒരു റെസിപ്പിയാണ് കേട്ടോ. എൻ്റെ ഇടയിൽ കൂടെ അമ്മ ചായയൊക്കെ കൊണ്ട് തന്നു, അതൊക്കെ കുടിച്ചു കേട്ടോ. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് പഴം ആദ്യം ഒന്ന് കൈ വെച്ചിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് പാത്രത്തിലേക്ക് അമൃതപ്പൊടിയും കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ഇട്ടിട്ട് ആ ഉടച്ച് വെച്ച പഴം അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യണം കേട്ടോ. മിക്സിങ് അധികം ഇതായിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ നല്ലോണം കുഴച്ചെടുക്കാം. പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ഇട്ടാൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ ഇടാത്തതാണ് കുറച്ചും കൂടെ ഹെൽത്തി. അതിൽ അമൃതപ്പൊടിയിൽ മധുരമുള്ളതുകൊണ്ട് ഇടാണ്ടിരിക്കുന്നത് നല്ലതാണ്. ഞാൻ കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ആക്കി എടുത്തിട്ട് നമുക്ക് പാനിലിട്ട് ചുട്ടെടുക്കാം കേട്ടോ. ഇലയുണ്ടെങ്കിൽ ഇലയിൽ വെച്ചിട്ട് ഇതേപോലെ മറച്ചിട്ടെടുത്താലും മതി. ഞാൻ ഇലയില്ലാത്തതുകൊണ്ട് കവറിൽ വെച്ച് എണ്ണ തേച്ചിട്ട് അങ്ങനെ ആക്കിയതാണ് കേട്ടോ. ഒന്ന് വരാൻ കുറച്ച് റിസ്ക് എടുത്ത് എന്നാലും റെഡിയായി കേട്ടോ. അങ്ങനെ മറച്ചിട്ട് കുറച്ച്